ഗുഡ് മോർണിംഗ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് 2026 തുടക്കം? ഈ ജനുവരി വളരെ സ്പെഷ്യലാണ് കേട്ടോ ഞങ്ങൾക്ക്. ഹസ്ബൻഡും അനിയനും ഫാമിലിയും ഒക്കെ വരുന്നുണ്ട്. അനിയൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസ 24th ജനുവരി, ഞങ്ങളുടെ മൂത്ത മോൻ്റെ ആദ്യ കുർബാന പൊളിക്കമ്മൂണിയം വരുന്നത് 31st ജനുവരി. അങ്ങനെ മൊത്തം തിരക്കേറിയ ദിവസങ്ങളാണ് വരുന്നത്. ഇത്രയും ഫംഗ്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ വീടിൻ്റെ പെയിൻ്റ് അടി എല്ലാം നടക്കുവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിനുള്ളിൽ പെയിൻ്റ് അടി തുടങ്ങും. അവർ ഇന്ന് വരുന്നതിന് മുമ്പ് അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് കിച്ചൺ ഫ്രീ ആക്കി കൊടുക്കണം. അത്യാവശ്യം മഞ്ഞും കാര്യങ്ങളെല്ലാം പുറത്തെല്ലാം പോയി ഒന്ന് നടന്ന് തണുപ്പെല്ലാം അടിച്ച് തിരിച്ചു വന്ന് കുറച്ച് വെള്ളത്തിപ്പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൈ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങി. റൂം വരെ പോയി ആ വാസലിനെടുക്കാനുള്ള മടി കാരണം കിച്ചണിലുള്ള എണ്ണ വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിരുന്നതുകൊണ്ടും കിളിമീനെല്ലാം മസാല ഇട്ട് റെഡിയാക്കി വെച്ചിരുന്നതുകൊണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ നമുക്കിനി എന്ത് വേണം? ഇവിടുത്തെ കുട്ടികൾക്ക് തേങ്ങ പറ്റില്ല. തോരൻ കഴിക്കുമ്പോൾ അതിനകത്ത് തേങ്ങ കടിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടിവിടെ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും മെഴുക്കുവരട്ടിയായിരിക്കും. തോരൻ വളരെ വല്ലപ്പോഴും മാത്രമേ വെക്കാറുള്ളൂ. അതുപോലെ അവർ വലിയ കാര്യമായിട്ട് വെജിറ്റബിളോ നോൺ വെജ് ആയാലും ഒരു സാധനം കഴിക്കത്തില്ലായിരുന്നു. ആ കഴിക്കുന്ന സാധനമായിരുന്നു മുട്ട. പക്ഷേ വളർച്ചയ്ക്കനുസരിച്ച് എന്തായാലും വിശപ്പൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ടാവും. അവർ കുറേശ്ശെ സാമ്പാർ, അവിയൽ അങ്ങനെ ഓരോന്നൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായിരിക്കും അപ്പം മിക്ക ദിവസവും ഉണ്ടാക്കേണ്ടി വരുന്നത് എന്നാണ് ചുരുക്കം. ഇന്നലെ ഇവിടെ ഇഡ്ഡലി, തലേദിവസം ദോശ, ഇന്ന് ആ വക സാധനങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ തിന്നൂല എന്ന് പറഞ്ഞതുകൊണ്ട് മാഗി എടുത്ത് അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് നൂഡിൽസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ ഉണ്ടാക്കാനായിട്ടൊക്കെ പെട്ടെന്ന് എടുത്തു കഴിയുമ്പോഴത്തേക്ക് അത് വേണ്ട എന്നും പറഞ്ഞ് നിലവിളിച്ചാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മാവൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ എപ്പോഴും അരച്ച് വെക്കും. ഇതിൻ്റെ ഒന്നും പിന്നാലെ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അടുപ്പിച്ച് കഴിക്കുന്നതുകൊണ്ടായിരിക്കും അവർക്കൊരു മടുപ്പ്. അല്ലെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയേ ഇല്ല. എന്തുണ്ടാക്കുന്നോ അത് കഴിച്ചോണം എന്നാണ്. രാവിലത്തെ ട്യൂഷൻ പരിപാടി കുറച്ച് നാളത്തേക്ക് ഈവനിങ്ങിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണേ. അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നത് തൊട്ട് രാവിലെ ഇവർ സ്കൂളിൽ പോകുന്ന ഒരു 8:30 വരെ അലാം വെച്ചാണ് ഓരോ പണികളും ചെയ്യുന്നത്. ട്യൂഷന് കൊണ്ടുവിടാൻ, ട്യൂഷന് കൂട്ടിക്കൊണ്ടുവരാൻ, അങ്ങനെയുള്ള എല്ലാ പണികളും. ഈവൻ ചോറ് തിളപ്പിക്കാൻ വെക്കുന്നത് വരെ അലാം വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കാര്യം വിട്ടുപോകും പണിയുടെ ഇടയ്ക്ക്. ഇന്നത്തെ പണികളൊക്കെ തീർന്നു, അടുക്കള ഫ്രീ ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടനും അനിയനും സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതിനുശേഷമുള്ള കൂലങ്കഷമായ ചർച്ചയിലാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.